ഹായ് മക്കളെ. അപ്പോഴേ പെൺകുട്ടികളെ പെൺകുട്ടികൾ കെട്ടിക്കയറി ചെല്ലുന്ന വീടുകളിലെ ഒരവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? മിക്ക വീടുകളുടെയും അവസ്ഥ എന്താണെന്ന് അറിയാമോ? പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കും, പക്ഷെ ഉള്ളു മുഴുവൻ വിഷമാണ് കേട്ടോ. പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ വീട്ടുകാരെയും മൊത്തം കുറ്റവും പറച്ചിലും, അവരൊരുമാതിരി താറടിച്ച് കാണിക്കലും, അവരുമായിട്ട് യാതൊരു സഹകരണവും ഇല്ലാതിരിക്കുകയും ചെയ്തിട്ട് മാനസികമായിട്ട് പെൺകുട്ടിയെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു എളുപ്പവും ഇല്ലാതെ അവർ പറയും അവരെ മാത്രം സ്നേഹിച്ച് അവരെ കൂടെ നിൽക്കണം. എന്തല്ലേ കാലം പോയ പോക്കെ. മിക്ക വീടുകളിൽ ഇതാണ് അവസ്ഥ. ഞാനീ പറയുന്നത് അനുഭവസ്ഥർക്ക് മനസ്സിലാവും കേട്ടോ. അതില്ലാത്തവർക്ക് പിടികിട്ടില്ല. അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. മിക്ക വീടുകളിലും പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ദുരനുഭവമാണിത്. അവർക്ക് ഭർത്താവിൻ്റെ അവിടെ മാത്രം ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെ സ്നേഹിക്കുക, പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ സ്നേഹിച്ച് കഴിയുക. ഒരിടത്തും ഈ ആങ്ങളമാരുള്ളിടത്തും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആങ്ങളമാരൊക്കെ എല്ലാവരും അവനവൻ്റെ കാര്യം തേടി പോകുന്നുണ്ടായിരിക്കും. മിക്കയിടത്തും പെണ്ണുങ്ങളെ കുടുംബത്ത് കയറി കിടക്കും ഭർത്താക്കന്മാരുമായിട്ട്. എന്നിട്ട് അപ്പോൾ പിന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ അമ്മയും പെങ്ങളും കൂടെ ഈ പെൺകുട്ടി മാനസികമായിട്ട് ഹരാസ് ചെയ്യും. മാനസികമായിട്ട് പിന്നെ അച്ഛൻ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇല്ലാത്തതും വല്ലാത്തതുമായിട്ടുള്ള എല്ലാ അപമാനവും എല്ലാം പറയും, വൃത്തികേടുകളും പറഞ്ഞിട്ട് ഒരു ഉള്ളിപ്പോലാതെ അവസാനം ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞതുമില്ല എടുത്തതുമില്ല എന്ന് പറഞ്ഞത് പോലെയാണ്. അവർ മാത്രം ഡീസൻറ്റ്. ഭർത്താവിൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ഡീസൻറ്റ്. ഇനി അമ്മ മരിച്ചു പോയാലോ എന്ന് വിചാരിച്ചാലും ശരിയല്ല. ഈ പെങ്ങൾക്കൊരു ധാർഷ്ട്യം എന്താണെന്നറിയാമോ? അമ്മയുടെ സ്ഥാനം അങ്ങോട്ട് ഏറ്റെടുത്ത് പെങ്ങന്മാർ കുടുംബത്തുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനം അങ്ങോട്ട് ഏറ്റെടുക്കും, ആങ്ങളെയും കയ്യിലെടുക്കും. വന്നു കയറിയ പെണ്ണെങ്ങനെ പുറത്താക്കാമെന്ന് അറിയാൻ ആലോചിക്കും. അത് നടപ്പിലാക്കുകയും ചെയ്യും. തന്ത്രപരമായിട്ട് നടപ്പിലാക്കും. എല്ലാ കുടുംബത്തിലും നടക്കുന്നതാണ്. സൂക്ഷിച്ചാൽ നല്ലത് അല്ലേ? പെങ്ങന്മാർ